ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റി സെമസ്റ്റർ 5 ബോണ്ടിങ് ഇൻ സീ സോൾട്ടിനെ പറ്റിയാണ്. ഓക്കെ ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ്. ഇത് കണ്ടോ, ഫോർമുല ഓഫ് സീ സോൾട്ട്. ഫോർമുല ഓഫ് സീ സോൾട്ട് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇതില് പ്ലാറ്റിനം ആണ് സെൻട്രൽ മെറ്റൽ. പിന്നെ ഈ C2H4 എത്തിലീൻ ആണ് ലിഗാൻഡ്. അപ്പം സെൻട്രൽ മെറ്റൽ ഏതാണ്? പ്ലാറ്റിനം. ലിഗാൻഡ് ഏതാണ്? C2H4 എന്ന് പറയുമ്പോൾ എന്താണ്? എത്തിലീൻ ആണ് ലിഗാൻഡ്. ഓക്കെ ഓക്കെ ആണല്ലോ. വേറെ ഓർക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സീ സോൾട്ടിന് സ്ക്വയർ പ്ലാനാർ ആണ് അതിന്റെ ഷേപ്പ്. സ്ക്വയർ പ്ലാനാർ ആണ് അതിന്റെ ഷേപ്പ്. ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. സീ സോൾട്ടിന്റെ നോട്ടാണിത്. നമുക്ക് സ്ട്രക്ചർ ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് സ്ട്രക്ചർ. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിൽ വന്നിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, പ്ലാറ്റിനം ആണ് സെൻട്രൽ മെറ്റൽ. പ്ലാറ്റിനം ആണ് സെൻട്രൽ മെറ്റൽ. നമ്മുടെ C2H4 ആണ് നമ്മുടെ എന്തോന്ന് ലിഗാൻഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം C2H4 ആണ് ലിഗാൻഡ്, പ്ലാറ്റിനം ആണ് സെൻട്രൽ മെറ്റൽ. സ്ട്രക്ചർ ഒന്ന് നോക്കുക, സ്ക്വയർ പ്ലാനാർ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. എടാ നോക്കിക്കോ, പ്ലാറ്റിനമാണ് മെറ്റൽ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. പ്ലാറ്റിനത്തില് DsP2 എന്നൊരു ഓർബിറ്റലും dpi എന്നൊരു ഓർബിറ്റലും ഉണ്ട്. നമ്മുടെ കാർബൺ വിച്ച് ഇസ് ദ ലിഗാൻഡിന് രണ്ട് ഓർബിറ്റൽ ഉണ്ട്. ഒന്ന് എന്തുവാണ്? ഒന്ന് നമ്മുടെ ബോണ്ടിങ് ഓർബിറ്റൽ, ഒന്ന് പൈ സ്റ്റാർ എന്താണ്? ആന്റി ബോണ്ടിങ് ഓർബിറ്റൽ. അതില് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈ ഈസ് ആൻ ഒക്കുപൈഡ് ഓർബിറ്റൽ. പൈ ഒരു ഒക്കുപൈഡ് ഓർബിറ്റൽ ആണ്. അപ്പൊ പൈ സ്റ്റാർ എന്തായിരിക്കും? പൈ സ്റ്റാർ ഈസ് ആൻ അൺഒക്കുപൈഡ് ഓർബിറ്റൽ. യു ആണ് ഉദ്ദേശിച്ചത്, അൺഒക്കുപൈഡ് ഓർബിറ്റൽ. ഓക്കെ, ഇനി തിരിച്ച് നമ്മുടെ മെറ്റലിൽ വരുമ്പോ എങ്ങനെയായിരിക്കും കേസ്? മെറ്റലിൽ വരുമ്പോ DsP2 is an unoccupied orbital and dpi is an occupied orbital. dpi is an occupied orbital. ഇനി വേറെ ഒന്നുമില്ല. ലിഗാൻഡിൽ നിന്ന് മെറ്റലിലോട്ട് എന്ത് വരും? സിഗ്മ ഡൊണേഷൻ വരും. ലിഗാൻഡിൽ നിന്ന് മെറ്റലിലോട്ട് സിഗ്മ ഡൊണേഷൻ വരും. ഓക്കെ, തിരിച്ച് മെറ്റലിൽ നിന്ന് ലിഗാൻഡിലോട്ട് ഒരു പൈ ഡൊണേഷൻ ആണ് വരുന്നത്. ആ ഒരു പൈ ഡൊണേഷന് പറയുന്ന പേരാണ് ബാക്ക് ബോണ്ടിങ് അല്ലെങ്കിൽ സിനർജിക് എഫക്ട്. ഈ ഒരു ബാക്ക് ബോണ്ടിങ് കാരണമാണ് മെറ്റൽ കാർബൺ ലിഗാൻഡിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്, മെറ്റൽ കാർബൺ ബോണ്ടിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞ എന്തുവാണ്? there will be a sigma donation from ligand to the metal and a pi donation which is also called a back bonding from metal to ligand. കാണാതെ പഠിക്കുക. അതിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു DsP2 പൈ ആണ്, പിന്നെ dpi to pi star ആണ് എന്തോന്ന് ബാക്ക് ബോണ്ടിങ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഞാൻ തന്ന നോട്ട് ഉണ്ടല്ലോ, തേർഡ് സ്ലൈഡിലുള്ള ആ നോട്ടും കൂടെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്താൽ it will be easy. Bonding in sea salt is easy. You should study the chemical formula and the structure and where back bonding occurs, orbitals in which back bonding occurs. You have to study which one is the metal and ligand. Thank you.